തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി അല്പസമയത്തിനകം വിധി പറയും. UDF സ്ഥാനാർത്ഥി കെ ബാബു മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് തേടി എന്നാണ് LDF സ്ഥാനാർത്ഥിയായിരുന്ന എം സ്വരാജിന്റെ പരാതി. കെ ബാബുവിന്റെ വിജയം അസാധുവാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ശ്രീകാന്ത് നൽകും കൊച്ചിയിൽ നിന്ന് അതിന്റെ വിശദാംശങ്ങൾ. ശ്രീകാന്ത്, വിധി എപ്പോഴുണ്ടാകും? വളരെ സുപ്രധാനമായ ഒരു വിധിയാണ്. എന്താണ് ഈ ഹർജിയിലെ പ്രധാന വാദങ്ങൾ? ഒപ്പം എങ്ങനെയാണ് കെ ബാബു ഇതിനെ ഇത്രയും നാൾ പ്രതിരോധിച്ചത്? ശ്രീകാന്ത്, ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അല്പസമയത്തിനകം തത്സമയം ചേരും. നിർണായകമായ വിധി വരാൻ പോകുന്നു. തൃപ്പൂണിത്തുറ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിലാണ് ഹർജിക്കാരനായ എം സ്വരാജിന്റെ LDF സ്ഥാനാർത്ഥിയായിരുന്ന എം സ്വരാജിന്റെ പരാതിയിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ വിധി വരാൻ പോകുന്നത്. കെ ബാബുവിന്റെ വിജയം അസാധുവാക്കണം എന്നാണ് എം സ്വരാജിന്റെ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് തേടി എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. അതിൽ എന്ത് കോടതി വിധി പറയുന്നു എന്നത് അതീവ നിർണായകമാണ്. ഒരുപക്ഷെ കെ സ്വരാജിന് എം സ്വരാജിന് അനുകൂലമായി വിധി വരികയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ തേടേണ്ടതുണ്ട്. വളരെ സുപ്രധാനമായ ഒരു വിധിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വരാൻ പോകുന്നത്. എം സ്വരാജിന്റെ പരാതിയിൽ അല്പസമയത്തിനകം ഹൈക്കോടതിയിൽ നിന്നും വിധി വരാൻ പോകുന്നു. കെ ബാബുവിന്റെ പ്രതികരണവും ആ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എല്ലാവരും വന്നു കഴിഞ്ഞില്ലേ? വളരെ സന്തോഷം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിച്ച കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ തെരഞ്ഞെടുപ്പ് വിധി അസാധുവാക്കണമെന്നും LDF സ്ഥാനാർത്ഥിയെ വിജയിയാക്കണമെന്ന് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. അതിൻ്റെ മായി ബന്ധപ്പെട്ട് 3 വർഷമായി കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കേസ് ഇന്നിപ്പോൾ കോടതി വിധിയായി. വിധിയുടെ വിശദവിവരങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നായാലും അവരുടെ കേസ് തള്ളി ആ പ്രശ്നം അവസാനിച്ചിരിക്കുകയാണ്. ആരോപണങ്ങൾ എന്തൊക്കെ തള്ളി? നേരത്തെ ഞാൻ പ്രസംഗിച്ചു, ചുമര എഴുതി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു. പക്ഷേ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഹൈക്കോടതി അന്ന് പറഞ്ഞത് ഈ അയ്യപ്പസ്വാമിയുടെ പടം വെച്ച് സ്ലിപ്പടിച്ചത് അതാണ് മതമുദ്ര ഉപയോഗിച്ചു എന്നുള്ള ആക്ഷേപം. അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യം നിലനിൽക്കും. ആ കേസ് പ്രശ്നം നിലനിൽക്കും എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിനകത്തൊരു കാര്യം, യഥാർത്ഥ വസ്തുത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ ഒരു സ്ലിപ്പടിച്ചിട്ടില്ല. ഇത് കൃത്രിമമാക്കി ഉണ്ടാക്കിയ ഒരു ഏർപ്പാടായിരുന്നു. ഇലക്ഷൻ്റെ തലേ ദിവസം അവർ പോലീസ് സ്റ്റേഷനിൽ കൊടുന്നൊരു പെറ്റീഷൻ കൊടുത്തു. അതിനെക്കുറിച്ച് അങ്ങനെയാണെങ്കിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലുമാണ് അത് കൊടുക്കേണ്ടത്. പക്ഷെ അതുപോലും ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇത് കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ്. എനിക്ക് പറയാനുള്ളത്, 2021 ജനവിധി, ജനകീയ കോടതി എന്നെ വിജയിപ്പിച്ചു, UDFനെ വിജയിപ്പിച്ചു. ആ ജനകീയ കോടതി വിധി വന്ന സമയത്ത് അത് BJPയുടെ പിന്തുണയോട് കൂടിയിട്ടാണ്, വോട്ട് വിലയ്ക്ക് വാങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആക്ഷേപങ്ങളുണ്ടാക്കി. ഞങ്ങൾ പോരാടി നേടിയ വിജയം വളരെ മോശമാക്കി ചിത്രീകരിക്കാൻ അന്ന് LDF ശ്രമിച്ചു. അതിനുശേഷമാണ് ഈ പ്രശ്നം ഉണ്ടായത്. കൃത്രിമമായിട്ട് അവരൊരു കേസ് ഉണ്ടാക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്കിപ്പോൾ അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ജനകീയ കോടതി വിധി മാനിച്ചില്ല. ഇപ്പോൾ നീതിന്യായ കോടതിയിൽ നിന്ന് സത്യം കണ്ടെത്തിയിരിക്കുകയാണ്. ഇനിയെങ്കിലും ഈ അനാവശ്യ വ്യവഹാരങ്ങൾ അവസാനിപ്പിച്ച് കോടതി വിധിയും അതുപോലെ തന്നെ ജനങ്ങളുടെ വിധിയെഴുത്തും മാനിക്കാൻ ഇടതുപക്ഷ മുന്നണിയും ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്തോ കാത്തിരുന്ന് അല്ല, അത് പറയാൻ പറ്റില്ല. കാത്തിരുന്ന വിധി വിധി എന്താവും എന്നുള്ളത് കോടതിയുടെ മുമ്പിലിരിക്കുന്ന കാര്യം നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാലും ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിശ്വാസം.
കാരണം ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ 7 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും എനിക്ക് ഒരു മെമ്മ പോലും കിട്ടിയിട്ടില്ല. കാരണം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട്, പെരുമാറ്റച്ചട്ടം 100% പാലിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടോ ഇടതുപക്ഷ മുന്നണിക്കും അവരുടെ സ്ഥാനാർത്ഥിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി ഉൾക്കൊള്ളാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതാണ് യഥാർത്ഥ വസ്തുത. അല്ല, അതാണല്ലോ ആദ്യം തന്നെ പ്രചരിപ്പിച്ചത്. എന്താ, BJP-യുടെ പിന്തുണയോട് കൂടിയിട്ടാണ്, BJP-യുടെ വോട്ട് വാങ്ങിയാണ്. തൃപ്പൂണിത്തുറ നിയമസഭാ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണം എന്ന വിധി ജയം അസാധുവാക്കണം എന്ന എം സ്വരാജിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. എം സ്വരാജിന് വൻ തിരിച്ചടി ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ കെ ബാബുവിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ശ്രീകാന്ത് നൽകും കോടതിയുടെ വിധിയുടെ വിശദാംശങ്ങളുമായി ടെലിഫോൺ ലൈനിൽ. ശ്രീകാന്ത്, MLA ആയി തുടരാം കെ ബാബുവിന് ആശ്വാസവിധിയാണ് ഹൈക്കോടതിയിൽ, ഒപ്പം സ്വരാജിന് തിരിച്ചടി. എന്താണ് വിധിയുടെ വിശദാംശങ്ങൾ? വളരെ സുപ്രധാനമായ വിധിയാണ്, കാത്തിരുന്ന വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് തൃപ്പൂണിത്തറ കേസിൽ കെ ബാബുവിന് അനുകൂലമാകുമോ അതോ തിരിച്ചടിയാകുമോ ഈ വിധി എന്നുള്ളത്. ഇന്നിപ്പോൾ ആ വിധി വന്നിരിക്കുന്നു. ജസ്റ്റിസ് PG അജിത് കുമാറിന്റെ ബെഞ്ചാണ് ഈ വിധി പറഞ്ഞത്. കെ ബാബുവിന് MLA ആയി തുടരാം എന്നാണ് കോടതിയുടെ ഉത്തരവ്. എം സ്വരാജ് സമർപ്പിച്ച ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നു ഹൈക്കോടതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എം സ്വരാജ് ആരോപിച്ചിരുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ശബരിമല അയ്യപ്പന്റെ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഈ വോട്ട് പിടിച്ചു എന്നുള്ളതും, ശബരിമല അയ്യപ്പന്റെ പേര് പറഞ്ഞ് ചുവരെഴുത്ത് നടത്തി എന്നുള്ള ആക്ഷേപം, അതോടൊപ്പം വോട്ടർ സ്ലിപ്പിനൊപ്പം അയ്യപ്പന്റെ ചിത്രം കൂടി നൽകി എന്നുള്ള ആക്ഷേപം, അങ്ങനെ എം സ്വരാജ് ഉന്നയിച്ച മുഴുവൻ ആക്ഷേപങ്ങളും ഹൈക്കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നു. ആ ഹൈക്കോടതി അത് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. തൃപ്പൂണിത്തറ കേസിൽ എം സ്വരാജിന്റെ ഹർജി തള്ളിയിരിക്കുന്നു. കെ ബാബുവിന് MLA ആയി തുടരാം. 992 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മാത്രമാണ് എം സ്വരാജിനെ തോൽപ്പിച്ച് കെ ബാബു തൃപ്പൂണിത്തറ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിനെ അത് ചോദ്യം ചെയ്ത് കഴിഞ്ഞ മാർച്ചിലാണ് ഈ ഹർജിയുമായി പോകുന്നത് എം സ്വരാജിന്റെ കേസിന്മേൽ ആ വാദം നിർത്തിവെക്കണം, അത് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് കെ ബാബു സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ സുപ്രീം കോടതിയിൽ അനുകൂലമായ ഉത്തരവ് കെ ബാബുവിന് കിട്ടിയില്ല.